ഞാൻ ഇന്ന് അടപ്രഥമനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം അടയും 400 ഗ്രാം ശർക്കരയും എടുത്തിട്ടുണ്ട്. അട എടുക്കുന്നതിന്റെ നേരെ ഇരട്ടിയാണ് നമ്മൾ ശർക്കര ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ശർക്കരയുടെ മധുരം അനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന അടയാണ്. അത് കുറച്ച് വലിയ പീസസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ആ വലിയ കഷ്ണങ്ങൾ എടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് ഒടിച്ചെടുക്കണം. പിന്നെ ആദ്യം നമ്മൾ ഈ അട നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേണം വേവിക്കാനായിട്ട്. ഇതുപോലെയുള്ള വലിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെറുതാക്കി ഒടിച്ചെടുത്തിട്ട് വേണം നമ്മളിത് വേവിക്കാൻ വെക്കാനായിട്ട്. ഈ ശർക്കര അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. ഇപ്പോൾ ഇത് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അട വേവിക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. നമുക്ക് അട വെന്തോന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് വെന്ത് കിട്ടണം. ഇപ്പം അട നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളതൊന്ന് മുറിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് അത് മുറിഞ്ഞു കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. ഈ അടയിൽ പശവശപ്പുണ്ട്, അതൊന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകുന്നത്. ഈ അട ഞാനിപ്പോൾ നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകിയെടുത്ത് സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്, അടയും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്രഥമൻ തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ തേങ്ങാക്കൊത്തും നട്ട്സും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ തേങ്ങാക്കൊത്ത് വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ആദ്യം നമുക്ക് തേങ്ങാക്കൊത്ത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഇപ്പം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. എന്നിട്ട് നട്ട്സ് ഫ്രൈ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നട്ട്സ് ഇടാം. നട്ട്സ് മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തിട്ട് കിസ്മിസ് ചേർക്കാം. ഇത് രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് വേണമെങ്കിലും ചെയ്യാം. നട്ട്സ് പകുതി ഫ്രൈ ആകുമ്പോഴേക്കും അതിലേക്ക് കിസ്മിസും കൂടെ ഇടുവാണെങ്കിൽ ഒരുമിച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ടത്. കിസ്മിസ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിൽ ചേർക്കുന്ന നട്ട്സിനും കിസ്മിസിനും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ച് ചേർത്താൽ മതി, ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അട ചേർക്കാം. ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ചേർക്കാം. നാനൂറ് ഗ്രാം ശർക്കര നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് അരിച്ച് വെച്ചിരുന്നതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ശർക്കര പാനിയിൽ ഈ അട നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. മധുരം കൂടുതലുള്ള ശർക്കരയാണെങ്കിൽ മധുരം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. മുഴുവനും കൂടി ആദ്യമേ തന്നെ ഒഴിക്കരുത്. ഈ ശർക്കരയുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം നമുക്ക്. ഇപ്പം നമുക്കിത് വരട്ടിയെടുക്കാം. ഇപ്പം നമ്മളിത് നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ശർക്കരയുടെ വെള്ളമൊക്കെ വറ്റി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാൻ 3.5 കപ്പ് രണ്ടാം പാലും 1.5 കപ്പ് ഒന്നാം പാലുമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിതിലേക്ക് രണ്ടാം പാല് ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അട ശർക്കരയിലിട്ട് ഇതുപോലെ നമ്മൾ ഒന്ന് വരട്ടിയെടുക്കണം. അതിനുശേഷം മാത്രമേ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ പാടുള്ളൂ. അപ്പം ഇനി നമുക്ക് രണ്ടാം പാല് ചേർക്കാം. പിന്നെ നമ്മൾ അട നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ അത് ശർക്കരയിൽ ഇടാൻ പാടുള്ളൂ. ശർക്കരയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു സാധനവും പിന്നെ വേവില്ല. അത് അടയാണെങ്കിൽ ഇപ്പം നമ്മൾ പരിപ്പ് പായസം ഉണ്ടാക്കുമ്പോഴായാലും എന്ത് സാധനമാണെങ്കിലും നമ്മൾ ശർക്കര പാനിയിൽ വേവിച്ചതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ. രണ്ടാം പാല് നമ്മൾ 3.5 കപ്പാണ് ചേർക്കുന്നത്. ഇനി ഇത് നമ്മൾ ഇതിനകത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കണം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാം. ശർക്കരയുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചതും ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാലാണ് ചേർക്കാനുള്ളത്. 1.5 കപ്പ് ഒന്നാം പാലാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒന്നാം പാല് ചേർക്കാം. ഒന്നാം പാല് ചേർത്തിട്ട് പായസം തിളക്കരുത്. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒന്നാം പാല് ചേർക്കുന്നത്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്ക പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടി ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഏലക്കാപ്പൊടി നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും നട്ട്സും കിസ്മിസും കൂടെ ചേർക്കാം. സ്വാദിഷ്ടമായ അടപ്രഥമൻ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ അടപ്രഥമൻ ഒന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ശർക്കരയുടെ കളർ അനുസരിച്ച് നമ്മുടെ അടപ്രഥമന്റെ കളറും വ്യത്യാസം വന്നിരിക്കും. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.